ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയിരുന്നു. ഇത് നമുക്ക് അതിലെ പേജ് നമ്പർ 61ലെ പ്രറ്റി പാലിൻഡ്രോംസ് എന്ന ടോപ്പിക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് പാറ്റേൺ ഡു യു സീ ഇൻ ദീസ് നമ്പേഴ്സ് 66, 848, 575, 797 ആൻഡ് 1111. ഇവിടെ എന്താണ് നമ്പേഴ്സിന്റെ പ്രത്യേകത? ഇവിടെ 66 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എങ്ങനെയാണ് 66 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്താലും 66 ആണ്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്താലും 66 ആണ്. ദെൻ 848 ആണെങ്കിൽ 848ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും 848 ആണ്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പേഴ്സ് നോക്കിയാലും 848 ആണ്. ദെൻ 575 അതുപോലെ 797 അതുപോലെ 1111. അതായത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്താലും റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും നമ്പേഴ്സ് സെയിം ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പാലിൻഡ്രോംസ് ഓർ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓൾ പാലിൻഡ്രോംസ് യൂസിങ് 1, 2, 3 1, 2, 3 യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന പാലിൻഡ്രോംസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഓൾ പോസിബിൾ 3 ഡിജിറ്റ് പാലിൻഡ്രോംസ് യൂസിങ് ദീസ് ഡിജിറ്റ്. അതായത് നമ്മുടെ അടുത്ത് എന്ത് പറയുകയാണ്? ഈ 1, 2, 3 എന്നീ നമ്പേഴ്സ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന എല്ലാ പാലിൻഡ്രോംസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാലിൻഡ്രോംസ് എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ. ഇവിടെ 1 യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 1, 1. ദെൻ 2 ആണെങ്കിൽ 2, 2, 2. ദെൻ 3 യൂസ് ചെയ്ത് 3, 3, 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1നെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ദെൻ ബാക്കി നമ്പേഴ്സ് എഴുതുക. 1, 2, 1. അപ്പോൾ ഈ നമ്പർ എന്തായി? റിവേഴ്സ് നോക്കുമ്പോഴും നമുക്ക് പാലിൻഡ്രോമിക് നമ്പർ ആണ്. ദെൻ മിഡിലെ നമ്പർ മാറ്റി അവിടെ 1, 3, 1 ആക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ ഇവിടെ 1 ആ കൊടുത്തത്. ഇനി അടുത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 2, 1, 2. ദെൻ 3, 1, 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കും? 2, 3, 2. ദെൻ എന്ത് ചെയ്യും? 3, 2, 3. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടി? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ നമുക്ക് എന്ത് നമ്പേഴ്സ് കിട്ടി? 9 നമ്പേഴ്സ് 1, 2, 3 യൂസ് ചെയ്ത് നമ്മൾ എന്ത് എഴുതി? പാലിൻഡ്രോംസ് ആക്കി എഴുതി. ഓക്കെ, ദെൻ റിവേഴ്സ് ആൻഡ് ആഡ് പാലിൻഡ്രോംസ്. അപ്പൊ റിവേഴ്സ് ചെയ്ത് പാലിൻഡ്രോംസ് ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ നോക്കാം. ഇവിടെ 34 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ദെൻ ആ നമ്പറിനെ റിവേഴ്സ് ചെയ്തു. 34നെ നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്ത് 43 എന്ന് എഴുതി ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ എത്രയാണ്? 77. 77 എന്ന് പറയുന്നത് പാലിൻഡ്രോം ആണല്ലോ. ഓക്കെ, ദെൻ 29 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഈ 29നെ റിവേഴ്സ് ആക്കി എഴുതുമ്പോൾ എന്ത് വരും? 92. നമ്പേഴ്സ് ചേഞ്ച് ചെയ്ത് എഴുതുക. 92. ദെൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 121. ഈ 121ഉം ഒരു പാലിൻഡ്രോം ആണ്. ദെൻ അടുത്ത നമ്പർ ഏതാണ്? 48. 48ന്റെ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്ത് 84 എന്ന് എടുത്തു എഴുതി. എന്നിട്ട് ആഡ് ചെയ്തപ്പോൾ 132 എന്നാണ് കിട്ടിയത്. ബട്ട് ഈ 132 പാലിൻഡ്രോം ആണോ? അല്ല. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ 132നെ വീണ്ടും റിവേഴ്സ് ചെയ്തു. 231 231 എന്ന് എഴുതി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 363. ഓക്കെ, അപ്പോൾ അതെന്താണ്? 363 എന്താണ്? ഒരു പാലിൻഡ്രോമിക് നമ്പർ ആണ്. ഓക്കെ, ദെൻ 76 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ദെൻ അതിനെ റിവേഴ്സ് ചെയ്തു. 76നെ 67 എന്ന് എഴുതി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 143 കിട്ടി. 143 പാലിൻഡ്രോം ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഈ 143യെ റിവൈസ് ചെയ്ത് 341 എന്ന് എഴുതും. 341. ദെൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 400. നമ്പേഴ്സ് റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്ത് പാലിൻഡ്രോംസ് മേക്ക് ചെയ്യുന്ന രീതി. ഓക്കെ, ദെൻ ഇവിടെ ഒരു പസിലുണ്ട്. നമുക്ക് ആ പസിൽ നോക്കാം. ഇവിടെ എന്താണ്? ഒരു 5 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? ഇവിടെ 1, 2, 3, 4 5 ഡിജിറ്റ് നമ്പറിന്റെ ഒരു പസിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 5 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, ഈ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ആം എ 5 ഡിജിറ്റ് പാലിൻഡ്രോം. ഇതൊരു പാലിൻഡ്രോമിക് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഡിജിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 കാർഡ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 5 ഡിജിറ്റ് ആണെന്ന് മനസ്സിലായി. ദെൻ ഐ ആം ആൻ ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആയിരിക്കുമ്പോൾ എന്താണ്? വൺസിന്റെ പ്ലേസിൽ 1, 3, 5, 7, 9 എന്ന നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൺസിന്റെ പ്ലേസിൽ 1 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. 1. ഓക്കെ, കൂട്ടുകാർക്ക് കാണാമെന്ന് കരുതുന്നു. ദെൻ മൈ ടി ഡിജിറ്റ് ഈസ് ഡബിൾ ഓഫ് മൈ യു ഡിജിറ്റ്. ടി മീൻസ് ടെൻസ് ആണ്, യു മീൻസ് യൂണിറ്റ് ആണ്. അപ്പോൾ ടി ഡിജിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റിനേക്കാളും ഡബിൾ ആണ്. അതായത് യൂണിറ്റ് പ്ലേസിൽ ഇവിടെ 2 ആണല്ലോ. അപ്പൊ അതിന്റെ ഡബിൾ ആകുമ്പോൾ ഇവിടെ എത്ര വരും? 2 എന്ന് എഴുതാം. 2. ഓക്കെ, ദെൻ മൈ 100 ഡിജിറ്റ് ഈസ് ഡബിൾ ഓഫ് മൈ ടി ഡിജിറ്റ്. ഇവിടെ h എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ഓഫ് ടി ഡിജിറ്റ്. ടി ഡിജിറ്റിൽ വരുന്ന നമ്പറിനേക്കാളും ഡബിൾ ആണ് 100 ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ആണ്. അപ്പൊ 2ന്റെ ഡബിൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4. ഓക്കെ,
ഹു ആം ഐ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ആണ് പാലിൻഡ്രോം. ഈ നമ്പർ ഒരു പാലിൻഡ്രോം ആണ്. അപ്പൊ നമുക്കിവിടെ 421 എന്ന് പറയുന്ന നമ്പർ കിട്ടി. അപ്പൊ ഇതിനെ പാലിൻഡ്രോം നമ്പർ ആക്കി എഴുതാൻ എന്ത് വരും? ഈ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് തന്നെ ഫസ്റ്റും വരും. അപ്പൊ ഞാൻ ഇവിടെ 2 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു അല്ലേ. അപ്പൊ ഇവിടെ ഈ 2, ഇവിടെ 1. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 12,421. അപ്പോൾ റൈറ്റ് ദ നമ്പർ ഇൻ വേർഡ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? 12,421. ഓക്കെ. അപ്പൊ കൂട്ടുകാർ ഇനി വൺസിന്റെ പ്ലേസിൽ വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.